ഹംപിയിൽ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെ ഹംപി ബാസാറിൽ നിന്നും 50-100 മീറ്റർ വടക്കോട്ട് നടന്നാൽ തുംഗഭദ്രാ നദിയുടെ കരയിലെത്തും. ഈ തീരത്തുകൂടെ പാറക്കെട്ടുകളിൽ കൂടിയും പാറയിടുക്കിലൂടെയും കിഴക്കോട്ട് കോദണ്ഡരാമക്ഷേത്രം വരെയുള്ള നടപ്പാത കമ്പഭൂപമാർഗ എന്നാണ് അറിയപ്പെടുന്നത്. 1383 വിജയനഗര രാജാവായിരുന്ന രാജാ ഹരിഹരയുടെ പുത്രനായ കമ്പഭൂപനാണ് ഈ പാതയെ ഇന്നത്തെ നിലയിൽ സഞ്ചാരയോഗ്യമാക്കിയത്. കോദണ്ഡരാമ ക്ഷേത്രത്തിലേക്കും അവിടെ ഉള്ള തുംഗഭദ്രാ നദിയിലെ ചക്രതീർത്ഥത്തിലേക്കും പോകുന്നതിന് ഭക്തജനങ്ങൾ ഇന്നും ഈ പാതയെയാണ് ആശ്രയിക്കുന്നത്. തുംഗഭദ്രാ നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഈ പാതയിലൂടെയുള്ള യാത്ര ഏതാണ്ട് അസാധ്യം തന്നെയാണ്. ഋഷ്യമൂക പർവ്വതം, സുഗ്രീവ ഗുഹ, പമ്പാസരസ്, അഞ്ജനാപർവ്വതം തുടങ്ങിയവ തുംഗഭദ്രയുടെ മറുകരയിലാണ്. വിജയനഗരത്തിൻ്റെ ആദ്യകാല ആസ്ഥാനമായ ആനെഗൊന്ദി കോട്ടയും തുംഗഭദ്രയുടെ മറുകരയിൽ തന്നെ. ഇങ്ങനെ ഈ പാറയിടുക്കുകളിൽ കൂടിയും മറ്റും ഇങ്ങനെ നടന്നു പോകണം. ഈ ഭാഗമൊക്കെ വെള്ളം കയറുന്നിടമാണ്. നദിയിൽ നിലനിരപ്പ് വരുമ്പോൾ ഇതൊക്കെ മുങ്ങിപ്പോകും. ഇവിടെ നമ്മൾ അങ്ങേ ഇറങ്ങുമ്പോൾ ദാണ്ട് ഇവിടെ ഈ കാണുന്ന കൽമണ്ഡപം, ഇത് കുറേ നീളത്തിൽ ഈ വശത്ത് ഉള്ള ഒരു കൽമണ്ഡപമാണ്. നദിയുടെ ഈ ഭാഗം ഏതാണ്ട് പാറക്കെട്ടുകളുമൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അകലെ കാണുന്നതാണ് കോദണ്ഡരാമ ക്ഷേത്രം. ഇവിടെ കോദണ്ഡരാമ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് ഇത് കാണുന്നത്, ഇവിടെ നദിയിൽ കൊട്ടവഞ്ചി ധാരാളമുണ്ട്. കൊട്ടവഞ്ചിയിൽ നമുക്ക് മറുകര പോകാൻ കഴിയും. അങ്ങ് അകലെ ഇവിടെ ഇപ്പം ഈ കൊട്ടവഞ്ചിക്ക് ആളുകൾ അക്കരെ പോകാൻ അകലെ കാണുന്ന ഉയരത്തിലുള്ള മലയാണ് അഞ്ജനാപർവ്വതം. അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. അതിലേക്കുള്ളൊരു യാത്ര വളരെ അഡ്വഞ്ചറസ് ആണ്. അതുകൊണ്ട് കാണുന്നത് അഞ്ജനാപർവ്വതം. ഇതാണ് നേരെ മുമ്പിൽ കാണുന്നതാണ് കോദണ്ഡരാമ ക്ഷേത്രം. ഇത് തന്നെ കോദണ്ഡരാമ ക്ഷേത്രം. ഇവിടെ തന്നെ ആഞ്ജനേയ ക്ഷേത്രമുണ്ട് മുകളിൽ.